ഹായ് ഗായ്സ്, ഇന്നലത്തെ എപ്പിസോഡ് ബിഗ് ബോസ് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. എന്ത് മോശപ്പെട്ട കളിയാണ് ആദില നൂറ കളിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? അനുമോളുടെ ആയാലും ആദില നൂറയുടെ ആയാലും കുറെ ഡ്രാമകൾ നമ്മളെല്ലാം കണ്ടു. അതിൽ നിന്നും മനസ്സിലായത് എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്. ആദിലയ്ക്ക് മണി ബോക്സ് എടുത്തു കൊണ്ടുപോകാൻ കഴിയില്ല എന്നറിഞ്ഞതിന് ശേഷം അവരുടെ ഗെയിം സ്ട്രാറ്റജി തന്നെ മാറ്റി. എന്തായാലും ശരിയാണോ എന്താണെന്ന് അറിയില്ല. അനുമോൾ ഉണ്ടെങ്കിൽ അത് നടക്കില്ല. എല്ലാവരും അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നതും അതുകൊണ്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഫൈനൽ 5 എത്താൻ ഇനി 3 പേരുടെ എവിക്ഷൻ വരേണ്ടതുണ്ട്. അതിലെ മണി കിട്ടില്ല, മണി ബോക്സ് കിട്ടില്ല എന്നറിഞ്ഞതിന് ശേഷം ഫൈനൽ 5 ആണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. പെൺകുട്ടി കളിയിൽ ഷാനവാസും ഒപ്പമുണ്ടെങ്കിലും അനുമോൾക്ക് അനീഷ് കൂടെയുണ്ട്. എന്നാൽ അക്ബറും നെവിനിപ്പോ ഗെയിമൊന്നുമില്ല. ഗെയിമുണ്ട്, ഗെയിമറാണ് അദ്ദേഹം. പക്ഷെ ആരുടെയും കൂടെ നിൽക്കുന്നില്ല, മെജോറിറ്റിയുടെ കൂടെ നിൽക്കുന്ന കളിക്കുകയാണ് നെവിന്റെ ഗെയിം. അപ്പോൾ അക്ബറും അങ്ങനെ തന്നെ, അക്ബറും നെവിനും ഷാനവാസ്, ആദില, നൂർ എന്നിവരുടെ കൂടെ നിന്ന് അവർ 5 പേരും ഫൈനൽ 5 വരണം എന്നുള്ളൊരു ഉൾക്കളി അതിൽ നടക്കുന്നുണ്ടോ എന്ന് സംശയം. അപ്പൊ അനീഷ് പോണം, അനുമോൾ പോണം, പിന്നെ സാബുമൻ പോകുമെന്ന് അവർക്ക് അറിയാം. അപ്പൊ അവരെ 3 പേരും പുറത്ത് ചാടിക്കാനുള്ള ഒരു അജണ്ടയായിട്ടാണ് ഇന്നലത്തെ ഗെയിം മുഴുവൻ നോക്കി കാണാൻ സാധിച്ചത്. നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ ഫുഡ് കേസിൽ ഒത്തിരി എല്ലാവരും കൊടുത്തിട്ടുണ്ട്. അത് കഴിച്ചിട്ട് ബാക്കി വരാണെങ്കിൽ അവർക്ക് തന്നെ കഴിക്കാറുണ്ട്, അനുമോൾ എടുത്തോണ്ട് പോകുന്നില്ല. അപ്പൊ അനുമോളുടെ സൈഡ് അങ്ങനെ ഒരു ന്യായമാണ്. ഇവരുടെ സൈഡ് നോർമലി എല്ലാവരും ഈക്വൽ ആയിട്ട് ശരി, അവള് ബാക്കി വെക്കില്ല, അത് വേസ്റ്റ് ആവും. അപ്പൊ ഷാനവാസ് പറയുന്നത് ഞാൻ പാത്രം കൊണ്ട് അവളുടെ കാൽക്കൽ വരാൻ വേണ്ടി അവള് കാണിക്കുന്ന ഒരു തരം ഡ്രാമയാണ് എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അവൻ പെങ്ങൾകുട്ടി സൈഡ് കളിക്കട്ടെ, അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ അക്ബർ പിന്നെ മെജോറിറ്റി ആയി. ഇനിയിപ്പോ അവിടെ നിൽക്കണമെങ്കിൽ ആരെയും വെറുപ്പിക്കാൻ പറ്റില്ല. എവിക്ഷൻ ഇപ്പോ എല്ലാവർക്കും ഉള്ളത് കൊണ്ട് എന്തുകൊണ്ടാണ് അക്ബറും അതുപോലെ തന്നെ നെവിന് പിന്നെ അധികം പ്രോബ്ലം ഇല്ല. ഇങ്ങനെ കളിക്കുന്നത് മനസ്സിലാവില്ല. എന്തെങ്കിലും ആവട്ടെ, അവർക്ക് പോട്ടെ. പക്ഷെ ആദില നൂറ കാണിക്കുന്നത് അവർക്ക് മണി ബോക്സ് കിട്ടില്ല എന്ന് കരുതി അവർ ഇത് ഫൈനൽ 5 എത്താനുള്ള തരം താണ കളികളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഡ്രാമ, അവളുടെ ഫെയിം അവൾ കളയണം, അതിനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ആതിരയ്ക്കും ഫൈനൽ 5 വരണമെന്ന് നൂറയ്ക്കും ആഗ്രഹമുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു ഗെയിം അവിടെ നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.